ഹായ് കൂട്ടുകാരെ, സുഖം എല്ലാവർക്കും. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫ്രം സീസൺ 3 ലാസ്റ്റ് എപ്പിസോഡായ 10th എപ്പിസോഡാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഫാത്തിമയെ കണ്ടെത്താൻ വേണ്ടി കാര്യമായിട്ടുള്ള പദ്ധതി ഒരുക്കുന്ന ബോയ്ഡിനെയും കെന്നിയെയുമാണ്. എന്നാൽ അവിടേക്ക് കയറി വരുന്ന എലീസ് ഇനി വേറെ പ്ലാനൊന്നും ആലോചിക്കേണ്ടതില്ല, ഫാത്തിമ എവിടെയുണ്ടെന്ന് എൽജിൻ അറിയാമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. ഇതേസമയം ഫാത്തിമ ആ മുറിയിൽ നിറവയറുമായിട്ട് വേദന സഹിക്കാൻ വയ്യാതെ കട്ടിലേക്ക് വന്നിരിക്കുന്നു. അവൾ വയറിന്റെ ഭാഗത്തുള്ള ബട്ടൺസ് തുറക്കുമ്പോൾ കാണുന്നത് ഉള്ളിലുള്ള മൂവ്മെന്റ്സ് ആണ്. അതൊരു സാധാരണ കുഞ്ഞിൻ്റെതായിട്ട് അവൾക്ക് തോന്നുന്നില്ല. ഈവൻ നമുക്കും അത് വിസിബിൾ ആണ്. ആ ഒരു നിമിഷം അവൾ വേദന കൊണ്ട് അലറി കരയുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഫിസിക്കലി മെന്റലി തകർന്നിരിക്കുന്ന ഫാത്തിമയെ കാണിച്ചുകൊണ്ടാണ് ഫ്രം സീസൺ 3 അവസാനത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ബാക്കി കഥ കേൾക്കാം. അവൻ എന്നോട് പറഞ്ഞത് അവൾ ഓക്കെ ആയിരിക്കും എന്നാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ ആ കുഞ്ഞു കാരണം നന്മയായിരിക്കും സംഭവിക്കുക എന്നൊക്കെ അവൻ കാമായിട്ട് പറഞ്ഞു. ഇതൊക്കെ അവൻ വെറുതെ പുലമ്പുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള എന്തെങ്കിലും അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിലോ അവനെല്ലാം അറിയാമെന്ന് തോന്നുന്നു എന്നൊക്കെ എലീസ് എൽജിനെ കുറിച്ച് പറയുമ്പോൾ അവനിപ്പോൾ എവിടെയാണുള്ളത് എന്ന് ബോയ്ഡ് തിരക്കുന്നു. കോളനി ഹൗസിലുണ്ടെന്ന് എലീസ് മറുപടി കൊടുക്കുമ്പോൾ അവനെയും കെന്നിയെയും അവിടേക്ക് പറഞ്ഞുവിട്ട് ബോയ്ഡ് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് ആർവിയിൽ നിന്ന് തിരിച്ചെത്തിയ ജിമ്മും ഈതനും കാണുന്നത് അവരുടെ വീട്ടിൽ നിന്നും ടെൻഷനായിട്ട് ഇറങ്ങി വരുന്ന വിക്ടറിനെയാണ്. അവരെ കണ്ടയുടനെ ടാബി ഒന്ന് വീണു എന്ന വിവരം അവൻ അവരെ അറിയിക്കുന്നു. അത് കേട്ട് ജിം അകത്തേക്ക് കയറി ചെന്ന് ടാബിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരക്കുമ്പോൾ അവരുടെ പ്രൈവസി കണക്കിലെടുത്ത് ജൂലി അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിക്ടർ ആണെങ്കിൽ താൻ ബോയിൻ വൈറ്റിനെ കണ്ട വിവരം ഈതനോട് ഷെയർ ചെയ്യുകയാണ്. അത് കേട്ട എക്സൈറ്റ്മെന്റിൽ അവൻ എന്താണ് പറഞ്ഞത് എന്ന് ഈതൻ തിരക്കുമ്പോൾ ബോയിൻ വൈറ്റിനെ നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല എന്ന് വിഷമത്തോടെ വിക്ടർ അറിയിക്കുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീടിന് വെളിയിലേക്ക് വരുന്ന ജൂലി റെസ്റ്റോറന്റിലേക്ക് പോകാനായിട്ട് ഈതനെയും വിളിക്കുന്നു. ഈതനപ്പോൾ വിക്ടറിനെയും ക്ഷണിക്കുന്നുണ്ടെങ്കിലും അവനത് നിരസിച്ച് മറ്റൊരു വഴിക്ക് പോകുമ്പോൾ ചേച്ചിയും അനിയനും കൂടി റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. ഇതേ സമയം നടന്ന കാര്യങ്ങളെല്ലാം ടാബി ജിമ്മിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. ജിമ്മും ആ കാര്യങ്ങളെല്ലാം വളരെ താല്പര്യത്തോടെ കേട്ടിരിക്കുന്നുണ്ട്. ടാബി പറയുന്നത് താൻ കണ്ട കാര്യങ്ങളെല്ലാം ഒരു കാഴ്ചക്കപ്പുറമായിരുന്നു എന്നാണ്. ചിലപ്പോൾ മിറാൻഡയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അവരെന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ടാബി പറയുമ്പോൾ അതെല്ലാം കേട്ട് അമ്പരക്കുന്ന ജിമ്മ് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യമാണിപ്പോൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ശേഷം അവൻ ബാറിലേക്ക് വന്ന് മുൻപ് സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് ജെയ്ഡിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. താനിപ്പോൾ ഒത്തിരി പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും എങ്ങനെ അവരെ രക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം എന്തെന്നാൽ ചിലപ്പോൾ നിനക്കതിന് സാധിക്കും. ജിമ്മ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജെയ്ഡിന് എങ്ങനെ അത് കണ്ടില്ലെന്ന് അടിക്കാൻ സാധിക്കും അല്ലേ? വാട്ട് എവർ, അടുത്തതായിട്ട് സഹായം ചോദിച്ചെത്തുന്നത് ബോയ്ഡാണ്. അത് പക്ഷേ ജെയ്ഡിന് മുൻപിലല്ലായിരുന്നു, സാക്ഷാൽ സേറയുടെ അടുത്തായിരുന്നു. ബോയ്ഡ് സേറയെയും വിളിച്ചുകൊണ്ട് കോളനി ഹൗസിലേക്കാണ് പോകുന്നത്. അവിടെ എൽജിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ സേറയുടെ സാന്നിധ്യവും വേണമെന്ന് ബോയ്ഡിന് തോന്നുകയാണ്. സോ എൽജിനെ കുറിച്ചുള്ള സംശയങ്ങളെല്ലാം ബോയ്ഡ് അവളോട് തുറന്നു പറയുകയാണ്. ആ കുഞ്ഞ് ജനിച്ചാൽ എല്ലാവർക്കും വീട്ടിലേക്ക് തിരികെ പോകാൻ സാധിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. ആക്ച്വലി ഇതുപോലൊരു മണ്ടത്തരം വിശ്വസിച്ച് അവസാനം തന്റെ കൈകൊണ്ട് തന്നെ സ്വന്തം ചേട്ടനെ കൊലപ്പെടുത്തിയ ആളാണ് സേറ. സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഇതിലെ ചതികളെക്കുറിച്ചെല്ലാം അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ സേറയേക്കാൾ ആപ്റ്റായിട്ടുള്ള മറ്റാരും തന്നെ ഇവിടെയില്ല. അതുകൊണ്ട് സേറ അവനോട് സംസാരിക്കണം. ഫാത്തിമ എവിടെയാണുള്ളത് എന്ന് അവനെ കൊണ്ട് പറയണം എന്നൊക്കെ ബോയ്ഡ് പറയുമ്പോഴേക്കും കോളനി ഹൗസിലെ വാതിലും തുറന്ന് ദേഷ്യത്തോടെ ഡോണ പുറത്തേക്ക് വരികയാണ്. ആക്ച്വലി കെന്നിയും എലീസും വന്ന് എൽജിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കരുതെന്ന് ഡോണയോട് പറഞ്ഞിരുന്നു. പക്ഷെ കാര്യം എന്താണെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ബോയ്ഡിനോട് തിരക്കുമ്പോൾ അവനും കാര്യമായൊന്നും പറയാതെ കോളനി ഹൗസിലുള്ള എല്ലാവരെയും കുറച്ചു സമയത്തേക്ക് മാറ്റാനായിട്ട് ഡോണയോട് ആവശ്യപ്പെടുന്നു. ഇതേസമയം ജിമ്മിന്റെ കൂടെ വീട്ടിലേക്കെത്തിയ ജെയ്ഡ് ടാബിയിൽ നിന്നും നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുകയാണ്. അതെല്ലാം കേട്ട് അവനും ഷോക്കാകുന്നുണ്ട്. കാരണം ഇത്രയും നാൾ അവന് ഫീൽ ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഒത്തിരി ഡിഫറന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് ടാബിക്ക് സംഭവിച്ചത്. സോ അവൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞ ശേഷം തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോയെ കുറിച്ച് കേട്ടില്ലേ, ആ ഒരു ലോ പറയുകയാണ്. ആക്ച്വലി ഇവിടെയും അതുപോലെയൊക്കെ ആകും സംഭവിക്കുന്നത്. എനർജി അതൊരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതൊരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, എന്തിനധികം നമ്മുടെ ആത്മാവ് പോലും അങ്ങനെ ഒരു എനർജി കാരണം രൂപം കൊണ്ടതാണ്. ചിലപ്പോൾ അതെല്ലാം ഇവിടെ തന്നെ നിലനിൽക്കുമായിരിക്കും. ഇങ്ങനെയൊരു തിയറിയിലേക്ക് എത്തുന്ന ജെയ്ഡ് ഇപ്പോൾ ടാബിയോട് ചോദിക്കുന്നത് അങ്കുയിക്കുട്ടിയെ കുറിച്ചാണ്. ഒരുപക്ഷെ ടാബി എന്ത് കാണണമെന്നാണോ കുട്ടികൾ ആഗ്രഹിക്കുന്നത് അത് മിറാൻഡ നിനക്ക് കാണിച്ചു തന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് എവിടെ വെച്ചാണ് കുട്ടിയെ കണ്ടതെന്ന് അവൻ ചോദിക്കുകയാണ്. അതിനുത്തരമായിട്ട് വിക്ടറിന്റെ ട്രക്കിന് പുറത്ത് വെച്ച് എന്ന് ടാബി പറയുന്നു. ഇതേ സമയം എൽജിൻ ഒരു ബാഗും എടുത്ത് ആരും അറിയാതെ ഫാത്തിമയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബോയ്ഡും കൂട്ടരും അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവനതിന് സമ്മതിക്കുമ്പോൾ തന്നെ ബോയ്ഡ് അവന്റെ ബാഗ് പിടിച്ചു വാങ്ങി മുകളിലെ മുറിയിലേക്ക് കൊണ്ടിരുത്തുകയാണ്. എലീസ് വളരെ ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കുമ്പോൾ ബോയ്ഡ് നമ്മുടെ കെന്നിയോട് പുറത്ത് കാവൽ നിൽക്കാനായിട്ട് പറയുന്നു. ആക്ച്വലി ഇവിടെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ടില്ലിയുടെ മരണത്തിന് കാരണക്കാരി ഫാത്തിമയാണ് എന്നുള്ള സത്യം കെന്നിക്ക് മാത്രമാണ് അറിയാത്തത്. ബോയ്ഡ് അക്കാര്യം കെന്നിയിൽ നിന്ന് മറച്ചുവെക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. വാട്ടവർ കെന്നിയെ പുറത്തു നിർത്തിയ ശേഷം ബോയ്ഡ് എൽജിന്റെ ബാഗ് പരിശോധിക്കുകയാണ്. അവൻ എവിടേക്കാണ് പോകാൻ തുടങ്ങിയത് എന്ന ചോദ്യത്തിന് എൽജിന്റെ കയ്യിൽ ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. സോ ബോയ്ഡ് അധികം വളച്ചു കേട്ടാതെ ഫാത്തിമ എവിടെയാണ് ഉള്ളതെന്ന് നിനക്കറിയാമോ എന്ന കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്നു. അതിനുള്ള മറുപടി കൊടുക്കാൻ എൽജിൻ തയ്യാറാകുന്നില്ല. പകരം അവൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ചെല്ലാം ദൈവീകമായിട്ട് പ്രസംഗിക്കുകയാണ്. പോരാത്തതിന് കിമോണ ലേഡിയെ അവൻ ഒരു ഏഞ്ചൽ ആയിട്ടാണ് പ്രകീർത്തിക്കുന്നത്. ഇവിടെ കൂടി നിൽക്കുന്നവർക്കെല്ലാം ഫാത്തിമയുടെ കാര്യത്തിൽ വിഷമം
വിഷമമുണ്ട് എന്നവനറിയാം. എന്നാലും ഏഞ്ചലായ കിമോണലയിടിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ എൽജിൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കുന്നു. ഫാത്തിമയുടെ കുഞ്ഞു കാരണം നന്മ മാത്രമേ നമുക്ക് സംഭവിക്കുള്ളൂ എന്നാണ് അവന്റെ ന്യായം. സോ ഇവനോട് ഇതിനെക്കുറിച്ച് അറിവുള്ള സേറ അവളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അവളുടെ തലയിലും ആരോ സംസാരിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാമായിരുന്നു. അന്ന് അവരുടെ വാക്ക് കേട്ട് താൻ സ്വന്തം രക്തത്തെ തന്നെ കൊലപ്പെടുത്തി. ബേസിക്കലി ഈ സ്ഥലം നമുക്കൊന്നും തരില്ല, മറിച്ച് നമ്മളിൽ നിന്ന് അതെല്ലാം പിടിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൽജിനോടത് ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ് എന്ന് സേറ പറയുമ്പോഴേക്കും എൽജിൻ അവളെ തിരുത്തുകയാണ്. അതായത് അവൻ പറയുന്നത് ഇത് സേറയ്ക്ക് സംഭവിച്ചതുപോലെയല്ല, ഇവിടെ ആരും മരിക്കാനൊന്നും പോകുന്നില്ല, ഫാത്തിമയ്ക്കും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ്. അത് കേട്ടതും എലീസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും എൽജിൻ അവന്റെ ന്യായം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എൽജിൻ ഇനിയിപ്പോൾ ഫാത്തിമ പ്രഗ്നന്റ് ആണെങ്കിൽ തന്നെ അതിപ്പോൾ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ, സോ കുഞ്ഞു വരാൻ ഇനിയും സമയമുണ്ട് എന്ന് ഡോണ പറയുന്നു. പക്ഷേ അതങ്ങനെയല്ല, കുഞ്ഞു വളരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഫാത്തിമയുടെ വയറ് കാണുമ്പോൾ മനസ്സിലാകും എന്ന് എൽജിൻ ഉത്സാഹത്തോടെ അവരെ അറിയിക്കുകയാണ്. അതും കൂടി കേട്ടപ്പോൾ എലീസിന്റെ കയ്യിൽ നിന്ന് പോയി. അവനുടനെ എൽജിനെ ചീത്ത വിളിച്ച് അവന്റെ കുത്തിന് കയറി പിടിക്കുമ്പോൾ ബോയ്ഡും കെനിയും ചേർന്ന് എങ്ങനെയോ പിടിച്ചു മാറ്റി എലീസിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ശേഷം അവിടെയുള്ള എല്ലാവരെയും ബോയ്ഡ് പുറത്തേക്ക് ഇറക്കി ഡോർ ക്ലോസ് ചെയ്യുന്നു. ഒപ്പം എലീസിനെ സമാധാനിപ്പിക്കുകയാണ്. ഡോണയും ഫാത്തിമയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോൾ എലീസ് വീണ്ടും മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ സേറയ്ക്കറിയാം എൽജിൻ ഒരിക്കലും സത്യം പറയില്ല എന്ന്. അവളത് അവരോട് പറയുന്നുമുണ്ട്. കാരണം എൽജിൻ ഇപ്പോൾ അന്ധമായൊരു വിശ്വാസത്തിലാണ്. ഈ അവസ്ഥയിൽ അവൻ എങ്ങനെ പെരുമാറുമെന്ന് സേറയേക്കാൾ അധികമായിട്ട് മറ്റാർക്കും പറയാൻ സാധിക്കില്ല. അത് ബോയ്ഡിനും അറിയാം. സോ ബോയ്ഡ് ഉടനെ ടൂൾസ് എടുക്കാൻ തയ്യാറാവുകയാണ്. ടൂൾസ് എടുത്താൽ ബോയ്ഡ് എന്തായിരിക്കും ചെയ്യുക എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ബോയ്ഡ് അല്ലേ, അവനെ തടയാൻ ആർക്കും ആവില്ലല്ലോ. അവന്റെ വാശി തന്നെ ജയിക്കുകയുള്ളൂ. സോ ഡോൺ അവനോട് ടൂൾസ് ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് വിഷമിച്ചിരിക്കുന്ന വിക്ടറിനടുത്തേക്ക് ഹെൻറി വരികയാണ്. ഹെൻറി കുറച്ച് പേടിച്ചാണെങ്കിലും ജാസ്പറിനെ കുറിച്ചൊക്കെ അവനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അതൊരു ഡോളായിരുന്നു, ഡോൾസിന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ട് ഹെൻറി അവനോട് ക്ഷമാപണം നടത്തുകയാണ്. തനിക്ക് സ്വന്തം മകനെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധത്തോടെ ഹെൻറി സംസാരിക്കുമ്പോൾ വിക്ടർ അദ്ദേഹത്തിനോടൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറയുന്നു. ചിലപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നാം, എന്നാൽ ഞാനത് കാണിച്ചു തരാൻ പോവുകയാണ് എന്ന വിക്ടറിന്റെ വാക്കുകൾ കേട്ട് അതെന്താണെന്ന വേവലാതിയോടെ ഹെൻറി അവനെ അനുഗമിക്കുന്നു. ശേഷം നമ്മളെ കാണിക്കുന്നത് കട്ടക്കലിപ്പിൽ ടൂൾസ് എടുക്കാൻ വരുന്ന ബോയ്ഡിനെയാണ്. അവൻ അവിടെ നിന്ന് ആവശ്യമുള്ളതെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ പതിവ് പോലെ ഫാദർ കാട്രിയുടെ ഇലൂഷൻ വരുന്നുണ്ട്. പുള്ളി എപ്പോഴും ബോയ്ഡിനെ ഒന്ന് പേടിപ്പിച്ചായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ എപ്പോഴത്തെയും പോലെ ബോയ്ഡിനെ ദേഷ്യം പിടിപ്പിക്കാനും കുറ്റപ്പെടുത്താനുമാണ് അവൻ വന്നിരിക്കുന്നത്. കാട്രിയുടെ അഭിപ്രായത്തിൽ ബോയ്ഡ് ഇപ്പോൾ എടുക്കുന്നത് ഡബിൾ സ്റ്റാൻഡാണ്. അതായത് ടില്ലിയെ കൊലപ്പെടുത്തിയ ഫാത്തിമയെ ബോയ്ഡ് സംരക്ഷിച്ചു. അക്കാര്യം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. എന്തിനധികം തന്റെ വിശ്വസ്തനായ കെന്നിയോട് പോലും അത് തുറന്നു പറഞ്ഞില്ല. അങ്ങനെയുള്ളപ്പോൾ എൽജിനോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? രണ്ടുപേർക്കും രണ്ട് ന്യായമാണോ എന്നാണ് കാട്രിയുടെ ചോദ്യം. ബോയ്ഡ് തനിക്ക് പ്രിയപ്പെട്ടവരെ മാത്രമാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അത് വളരെ മോശമാണെന്ന് കാട്രി പറയുമ്പോൾ അത് കേട്ട് അരിശം പൂണ്ട് കാട്രിക്ക് നേരെ സ്ക്രൂ ഡ്രൈവർ ചൂണ്ടുകയാണ് ബോയ്ഡ്. നിങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇതെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാത്രം രാത്രി പുറത്തേക്ക് ഇറങ്ങി ചത്തു തുലഞ്ഞു. അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. ഞാൻ എന്നെ കൊണ്ടാവുന്ന പരമാവധി ഇവിടെ ചെയ്യുന്നുണ്ട്. നീ പറഞ്ഞത് ഈ സ്ഥലത്തിന് ഒരിക്കലും നിന്നെ തകർക്കാനാവില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ ഇങ്ങനെ ചെയ്താൽ ഇവിടെ ജയിക്കുന്നത് ഈ സ്ഥലം തന്നെയായിരിക്കും ബോയ്ഡ്. പക്ഷെ ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്റെ മരുമകൾ മരിക്കും. അത് തന്നെയാണ് ഈ സ്ഥലത്തിന് വേണ്ടതും. പാറ പോലെ ഉറച്ചിരിക്കുന്ന നിന്നെ പോലും മെരിക്കാനുള്ള വിദ്യകൾ അവർക്കറിയാം. നീ എന്താണെന്ന് ഇപ്പോൾ നീ തന്നെ തീരുമാനിക്കണം. കാരണം ഇപ്പോൾ നീ എടുക്കുന്ന തീരുമാനമായിരിക്കും ഇനി അങ്ങോട്ടുള്ള നിന്റെ ക്യാരക്ടർ. കാട്രിയുടെ ആ വാക്കുകൾ ബോയ്ഡിന്റെ മനസ്സിനെ ഒന്നുലച്ചെങ്കിലും അവൻ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഈ ഒരു സമയത്ത് ഫാത്തിമ മുറിയുടെ ഡോറിൽ തട്ടി സഹായത്തിനായിട്ട് കരഞ്ഞു നിലവിളിക്കുകയാണ്. തന്റെ അവസ്ഥ ആലോചിച്ച് വിഷമവും ദേഷ്യവും ഒക്കെ വരുന്ന അവൾ അവിടെ ഉണ്ടായിരുന്ന രക്തക്കുപ്പിയെടുത്ത് ആ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ശേഷം അതിലെ ഒരു ചില്ലുകഷ്ണം എടുത്തിട്ട് വേദന സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് അങ്കുയി കുട്ടികളെ കാണുമെന്ന ഉദ്ദേശത്തോടെ വിക്ടറിന്റെ പഴയ ട്രക്കിനടുത്തേക്ക് വരുന്ന 3 അംഗ ഡിറ്റക്റ്റീവ് സംഘത്തെയാണ്. ഇതെങ്ങനെയും സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ജെയ്ഡ് ഓരോന്ന് പുലമ്പുമ്പോൾ മിറാൻഡയും ജെയ്ഡും ടാബിയും ഈ കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്ന് ജിമ്മ് മനസ്സിലാക്കുന്നു. അപ്പോൾ ജെയ്ഡ് അന്ന് ടണലിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. അന്നാണല്ലോ അവൻ മുകളിലായിട്ട് വേരുകളിൽ തീർത്ത ആ സിംബലൊക്കെ കാണുന്നത്. അക്കാര്യം കേൾക്കുമ്പോൾ ടാബിക്കും ഒരു കാര്യം കണക്ട് ആവുന്നുണ്ട്. അതായത് ഒരിക്കൽ ബോയിൻ വൈറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് വിക്ടർ കേട്ടിരുന്നു. അവൻ പറഞ്ഞത് ആ കുട്ടികൾ അവിടെ കല്ലിൽ കിടക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം ആ സിംബൽ ഉണ്ടാക്കിയ വേരുകളിലേക്ക് പകർന്നു. ആ വേരുകൾ മരമായിട്ട് മാറി. അത് ആ ബോട്ടിൽ ട്രീ ആണോ എന്ന് ജിമ്മ് ചോദിക്കുമ്പോൾ ആണെന്നാണ് തോന്നുന്നത് എന്ന് ടാബിയും പറയുന്നു. ഇതെല്ലാം കേട്ട് കിളി പോയത് ശരിക്കും ജെയ്ഡിനായിരുന്നു. കാരണം അവൻ ഇപ്പോഴാണ് ആ സിംബലിനെ കുറിച്ചൊക്കെ ക്ലാരിറ്റി കിട്ടിയത്. ഇവിടെ വന്ന അന്ന് മുതൽ പാവം ഇതിന് പുറകെ തന്നെയായിരുന്നു. ഇതാണ് കാര്യമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് അവൻ മുകളിലേക്ക് നോക്കി ആക്രോശിക്കുകയാണ്. അത് കണ്ട് ജിം അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ അടങ്ങുന്നില്ല. കാരണം അവൻ അതിന്റെ പുറകെ കുറെ അലഞ്ഞതാണ്. സോ അവൻ അങ്കുയി കുട്ടികൾ കേൾക്കാനായിട്ട് ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാര്യം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞൂടെ? കാരണം നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മെസ്സേജ് ഒന്നും ഇവിടെ എത്തുന്നില്ല. സോ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഈ അങ്കുയി എന്നല്ലാതെ മറ്റെന്തെങ്കിലും മൊഴിയാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ജെയ്ഡ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആശ്വാസം കിട്ടിയോ എന്ന് ജിമ്മ് ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ല എന്നവൻ മറുപടി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന റാൻഡലിനെ ആ ചീവീടുകളുടെ ശബ്ദം തൊല്ലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പുതിയ ആംബുലൻസിനകത്ത്
ക്ലിനിക്കിനകത്തേക്ക് പോകുന്നു. ക്ലിനിക്കിനകത്ത് ക്രിസ്റ്റിയുടെ കാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണ് മെറിയൽ. ക്രിസ്റ്റി ഇനിയും റെസ്റ്റ് എടുക്കണമെന്ന് മെറിയൽ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാൻ തയ്യാറല്ല. ക്രിസ്റ്റിക്ക് ഇപ്പോൾ ഫാത്തിമയെ അന്വേഷിച്ചിറങ്ങണമെന്നാണ്. അവരതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് റാൻഡൽ അവിടെ എന്തോ പരതുന്ന ശബ്ദം ഇവർ കേൾക്കുന്നത്. അപ്പോൾ റാൻഡൽ അകത്തേക്ക് വന്നിട്ട് ആംബുലൻസിൽ നിന്ന് കിട്ടിയ പുതിയ സ്റ്റഫ് എല്ലാം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ക്രിസ്റ്റി അതെവിടെയാണെന്ന് പറയുമ്പോൾ അവൻ തിരക്കുന്നത് മരുന്നുകളല്ല മറിച്ച് എക്യുപ്മെന്റ് ആണെന്ന് പറയുന്നു. അതെവിടെയാണെന്ന് മെറിയൽ പറയുമ്പോൾ തന്നെ അവൻ അവിടേക്ക് ധൃതിയിൽ പോവുകയാണ്. ശേഷം അതിൽ നിന്ന് AED മെഷീൻ എടുത്ത് ബെഡിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോഴെല്ലാം ആ ചീവീടുകൾ ചേർന്ന് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. സോ അവൻ ആ മെഷീൻ ഓൺ ചെയ്ത് അതിൽ ഇലക്ട്രിക് ഷോക്ക് തലയിൽ കൊടുക്കുകയാണ്. ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് മെറിയൽ അവനെ തട്ടി മാറ്റിയതുകൊണ്ട് ആപത്തൊന്നും സംഭവിച്ചില്ല. അവൾക്ക് നേരത്തെ തന്നെ ഒരു പന്തികേടൊക്കെ തോന്നിയത് കൊണ്ടാണ് അവന്റെ അടുത്തേക്ക് വന്നത്. റാൻഡലാണെങ്കിൽ ഈ നശിച്ച ജീവിയുടെ ശബ്ദം നിർത്താൻ വേണ്ടിയാണ് ഈ കടുങ്കൈ ചെയ്തത്. അത് മനസ്സിലാക്കുന്ന മെറിയൽ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം ടൂൾസും എടുത്ത് കോളനി ഹൗസിലെത്തുന്ന ബോയ്ഡ് മുകളിലെ കാര്യം വരരുത് എന്ന് താക്കീത് ചെയ്ത് ഇനി സംഭവിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എൽജിനടുത്തേക്ക് പോകുന്നു. അവിടെ ഡോറിന് കാവൽ നിന്നിരുന്ന കെന്നി ബോയ്ഡിനെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനും അതിൽ പരാജയപ്പെട്ട് താഴേക്ക് പോകുന്നു. ശേഷം മനസ്സിലുറച്ച തീരുമാനമെടുത്ത് ബോയ്ഡ് മുറിയിലേക്ക് കയറുമ്പോൾ ഞാൻ വിചാരിച്ചാലും എന്നെ കൊണ്ടത് പറയാൻ സാധിക്കില്ല എന്ന് എൽജിൻ അവനോട് പറയുന്നു. സോ സേറ പറഞ്ഞ പോലെ ഫാത്തിമ എവിടെയാണെന്നുള്ള രഹസ്യം ഒരിക്കലും എൽജിന്റെ വായിൽ നിന്ന് വരില്ല. പക്ഷേ ബോയ്ഡിന് ചെയ്യാനുള്ളത് ചെയ്തതല്ലേ പറ്റൂ. അവൻ നല്ല സ്റ്റൈലിൽ അവിടെയുള്ള ടേബിൾ എടുത്ത് ആയുധങ്ങളെല്ലാം പുറത്തെടുക്കുന്നു. കൃത്യസമയത്ത് നമ്മുടെ പോളറോയിഡ് തനിയെ സ്നാപ്പ് ചെയ്യുകയാണ്. കുറച്ചു മുന്നേ ടോൾസ് കണ്ട് പേടിച്ച എൽജിൻ ഇത് കണ്ട് എക്സൈറ്റഡ് ആകുന്നുണ്ട്. ഇങ്ങനെ ഫോട്ടോസിലൂടെയാണ് അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്നും അവൾക്ക് നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നും എൽജിൻ ബോയ്ഡിനോട് പറയുന്നു. അത് കേട്ട് അമ്പരക്കുന്ന ബോയ്ഡ് ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അതൊരു വീടാണ്. അത് കണ്ട് ബോയ്ഡ് എൽജിനൊന്ന് തറപ്പിച്ച് നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് വിക്ടറും ഹെൻറിയും കൂടി വന്നത് അവന്റെ അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്കായിരുന്നു. ആ കുഴിമാടത്തിൽ ചെറിയൊരു കല്ലുണ്ട്. അതവൻ തന്നെ കൊണ്ടാകുന്ന രീതിയിൽ കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴും ഹെൻറിക്ക് കാര്യമൊന്നും പിടികിട്ടിയിരുന്നില്ല. ഇത് തന്റെ ഭാര്യയുടെ കുഴിമാടമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഹെൻറിയും ഇമോഷൻ ആകുന്നു. അപ്പോൾ തൊട്ടടുത്തായിട്ട് മറ്റൊരു കുഴിമാടം കൂടി ഉണ്ടായിരുന്നു. ആ കല്ലും വിക്ടർ വളരെ സുന്ദരമായിട്ട് വെച്ചിരിക്കുകയാണ്. അത് എലോയിസ് ആണോ എന്ന് ഹെൻറി ചോദിക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്നവൻ വിഷമത്തോടെ പറയുന്നു. കാരണം അന്ന് കുട്ടി വിക്ടറിന് അവരുടെ ശേഷിപ്പുകളായിട്ട് ചില കഷ്ണങ്ങൾ മാത്രമാണ് കിട്ടിയത്. പിന്നെ എലോയിസും അന്ന് വളരെ ചെറുതായിരുന്നല്ലോ. ഇതൊക്കെ കേട്ട് ഹെൻറി കരയുമ്പോൾ ഇതെല്ലാം എന്റെ തെറ്റായിരുന്നു എന്ന് വിക്ടർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഞാൻ വിചാരിച്ചത് ജാസ്പറാണ് ക്രിസ്റ്റഫറിനോട് രഹസ്യങ്ങൾ പറഞ്ഞത് എന്നാണ്. എന്നാൽ അത് അവനായിരുന്നില്ല. അത് ബോയിൻ വൈറ്റ് ആയിരുന്നു. ബോയിൻ വൈറ്റ് ആണ് ആ കുട്ടികളെ കുറിച്ചും മാജിക് ട്രീയെ കുറിച്ചും എല്ലാം ക്രിസ്റ്റഫറിനോട് പറഞ്ഞത്. പക്ഷേ ഞാനാണതെല്ലാം അമ്മയോട് പറഞ്ഞത്. ഞാൻ കാരണമാണ് അന്ന് രാത്രി അവരെ രക്ഷിക്കാനായിട്ട് അമ്മ പോയത്. ഞാൻ കാരണമാണ് അമ്മ മരിച്ചത്. ഇതെല്ലാം പറഞ്ഞ് വിക്ടർ കരയുമ്പോൾ ഹെൻറി പറയുന്ന ആശ്വാസ വാക്കുകളൊന്നും അവൻ ചെവി കൊള്ളുന്നില്ല. അന്ന് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിൽ അമ്മയും എലോയിസുമെല്ലാം ഇപ്പോൾ ഇവിടെ ജീവനോട് ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ വലിയൊരു കുറ്റബോധത്തിൽ മുങ്ങിത്താഴുന്ന വിക്ടറിനോട് അങ്ങനെയൊന്നും പറയല്ലേ മോനെ, നീ അന്നൊരു ചെറിയ കുട്ടിയായിരുന്നു എന്ന് ഹെൻറി പറയുമ്പോൾ ഞാനും അന്ന് രാത്രി മരിച്ചാൽ മതിയായിരുന്നു എന്ന് വിക്ടർ പറയുന്നു. പോരാത്തതിന് ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ ഡാഡല്ല, ഞാൻ മരിച്ചു എന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഹെൻറി അവനെ ചേർത്ത് പിടിച്ചു നിർത്തി തന്റെ എല്ലാ സ്നേഹവും വാത്സല്യവും ഒക്കെ പുറത്തെടുത്ത് അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാണ്. നിന്റെ അമ്മ എപ്പോഴും നിന്നെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങൾ എല്ലാവരും നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതൽ നിന്റെ സംരക്ഷണം എന്റെ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവനെ പുണരുകയാണ്. ഈ ഒരു സമയത്ത് മൂവർ സംഘം നമ്മുടെ വിക്ടറിനെ ട്രക്കിലിരുന്ന് ഡിറ്റക്റ്റീവ് പണി തുടരുകയാണ്. അവസാനം അവരെത്തി നിൽക്കുന്നത് ബോട്ടിൽ ട്രീയിൽ തൂക്കിയിട്ടിരുന്ന ബോട്ടിൽസിനുള്ളിലെ നമ്പറുകളിലാണ്. അത് ചെക്ക് ചെയ്യാൻ ജെയ്ഡോന്റെ മാത്തമാറ്റിക്കൽ, ആസ്ട്രോണമിക്കൽ അങ്ങനെ എല്ലാത്തരം ബുദ്ധിയും ഉപയോഗിച്ചു കഴിഞ്ഞു. പക്ഷെ അവൻ വിട്ടുപോയൊന്നുണ്ടായിരുന്നു. ആ ബൾബ് ശരിക്കും ജിമ്മിന്റെ തലയിലാണ് കത്തുന്നത്. മ്യൂസിക്. എന്റെ അമ്മ ഒരു പിയാനോ ടീച്ചറായിരുന്നു. അവരെപ്പോഴും പറയാറുണ്ട് മ്യൂസിക് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണെന്ന്. പോരാത്തതിന് ഇവരീ തേടുന്ന 12 നമ്പേഴ്സ് അത് ഈ മ്യൂസിക്കിലും കണക്ട് ആകുന്നുണ്ട്. ജിം അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഇംപ്രസ് ആകുന്ന ജെയ്ഡ് അവന്റെ അടുത്തേക്ക് വന്ന് നീ ശരിക്കും ഒരു ജീനിയസ് തന്നെയാണെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പോരാത്തതിന് സ്നേഹം കൂടി ഒരു ഐ ലവ് യു കൂടി പറയുന്നുണ്ട്. ആശാൻ അങ്ങനെയാണ്, സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും എല്ലാം എക്സ്ട്രീമാണ്. എന്തായാലും ഹിന്ദി കിട്ടിയതിനെ തുടർന്ന് ജിമ്മിനെ അവന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് ജെയ്ഡ് ടാബിയെ വിളിച്ച് ബാറിലേക്ക് പോകുന്നു. ജിം അവന്റെ വീട്ടിലേക്ക് വിട്ടത് വിക്ടറിന്റെ കയ്യിലുണ്ടായിരുന്ന വയലിൻ എടുക്കാനാണ്. നമ്മൾ മുൻ സീസണിൽ കണ്ടിട്ടുള്ള മിറാൻഡയുടെ ആ വയലിൻ വിക്ടർ ദ ബേസ്മെന്റിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് ക്രിസ്റ്റിയും മെറിയലും കൂടി ചെറിയൊരു സംസാരമാകുന്നുണ്ട്. റാൻഡൽ ഇപ്പോൾ ചെയ്ത പ്രവൃത്തി തന്നെയാണ് പ്രശ്നം. ആക്ച്വലി റാൻഡൽ മാത്രമല്ല ജൂലിക്കും നേരത്തെ വീടായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ മെറിയലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് ക്രിസ്റ്റിയുടെ കൺസേൺ. കാരണം അന്ന് റാൻഡൽ, ജൂലി, മെറിയൽ ഇവർ 3 പേരും സെയിം അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അതിനുശേഷം താൻ ഓക്കെയാണെന്നുള്ള രീതിയിൽ മെറിയൽ അഭിനയിക്കുകയായിരുന്നു. എന്നാൽ ശരിക്കും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ക്രിസ്റ്റി ചോദിക്കുമ്പോൾ താൻ ഓക്കെ അല്ല എന്ന സത്യം മെറിയൽ തുറന്ന് സമ്മതിക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ടെൻഷനായിട്ട് ജാക്കറ്റ് ഉയരുന്ന ബോയ്ഡിനെയാണ്. എൽജിനാണെങ്കിൽ നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. എന്നാലും അവൻ അറിയേണ്ടത് ആ പിക്ചർ എന്തായിരുന്നു എന്നാണ്. ബോയ്ഡ് വളരെ ദേഷ്യത്തോടെ ഒരു കയറെടുത്ത് എൽജിനെ
കസേരയിൽ കെട്ടിവെക്കുകയാണ്. ഒപ്പം ആ പിക്ചർ എന്തായിരുന്നു എന്ന് അവൻ ആവർത്തിക്കുന്നത് കേട്ട് അവസാനം ആ പിക്ചർ എന്റെ വീടായിരുന്നു എന്ന് ബോയ്ഡ് പറയുന്നു. ഞാൻ റിട്ടയർ ആയതിനു ശേഷം എന്റെ വൈഫിന്റെ ഒപ്പം വാങ്ങിയ വീടാണ് അതിലുണ്ടായിരുന്നത്. അന്ന് നാശം പിടിച്ച ട്രീ കണ്ട ദിവസം ഞങ്ങൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ പിക്ചറിൽ ഇല്ലാതിരുന്നത് ഞങ്ങളുടെ ബോട്ട് മാത്രമാണ് എന്നൊക്കെ ബോയ്ഡ് ദേഷ്യത്തോടെ പറയുന്നു. അപ്പോഴും എൽജിൻ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുകയാണ്. ഈ പിക്ചറിന്റെ അർത്ഥം എന്താണെന്ന് ബോയ്ഡ്, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ് എന്ന് അവൾ കാണിച്ചു തരുന്നതാണ്. നിങ്ങളെല്ലാവരും കുറച്ചു നേരം കാത്തിരുന്നാൽ മാത്രം മതി എന്ന് എൽജിൻ പ്രതീക്ഷയോടെ പറയുമ്പോൾ അരിശം കയറുന്ന ബോയ്ഡ് ആ ടേബിൾ മുന്നിലേക്ക് എടുത്തു വെച്ച് ടൂൾസ് എല്ലാം അതിൽ നിരത്തുകയാണ്. അത് കണ്ട് പേടി തോന്നുന്ന എൽജിൻ മനസ്സിൽ തോന്നുന്നതൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാനൊരിക്കലും ഫാത്തിമയെ ഹേട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവളുടെ നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ എൽജിൻ സ്വയം ന്യായീകരിക്കുമ്പോൾ ബോയ്ഡ് കട്ടക്കലിപ്പിൽ അവനോട് ഷൗട്ട് ചെയ്യുകയാണ്. കാരണം ബോയ്ഡിന് അവന്റെ ഫാമിലിയാണ് വലുത്. ഫാമിലിയെ തൊട്ട് കളിച്ചാൽ ബോയ്ഡ് അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ചോദ്യം പറച്ചിലും ഒന്നുമില്ല. ഒന്നുകിൽ അവൾ എവിടെയാണുള്ളത് എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തായാലും ഉപദ്രവിക്കും. എനിക്ക് വേണ്ട ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് മനസ്സിലായോ എന്ന് ബോയ്ഡ് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പേടിച്ച് കരഞ്ഞുകൊണ്ട് എൽജിൻ പറയുന്നു. അന്നേരം ഫാദർ കാട്രി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാട്രി റെപ്രസെന്റ് ചെയ്യുന്നത് ബോയ്ഡിന്റെ മനസാക്ഷിയാണെന്ന് തോന്നുന്നു. വാട്ടവർ കാട്രിയെ തറപ്പിച്ചു നോക്കി അവൾ എവിടെയാണ് എന്ന് ബോയ്ഡ് എൽജിനോട് ചോദിക്കുന്നു. എന്തൊക്കെയായാലും ചെറുക്കൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബോയ്ഡ് അവന്റെ കൈ എടുത്ത് ടേബിളിൽ വെച്ച ശേഷം ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. പറയാൻ സാധിക്കില്ല എന്നവൻ പറയുമ്പോൾ ബോയ്ഡ് അവന്റെ കയ്യിൽ ചുറ്റിക വെച്ച് ആഞ്ഞടിക്കുകയാണ്. അവൻ വേദന കൊണ്ട് കാറി കരയുന്നത് ഇവിടെ താഴെ വരെ കേൾക്കാം. ഇവരെല്ലാവരും അത് കേട്ട് പേടിച്ചിരിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ അക്വസ്റ്റ് അവിടേക്ക് വരുന്നു. മുകളിലെ ശബ്ദം കേട്ട് അക്വസ്റ്റ് അവിടേക്ക് ഓടുമ്പോൾ ആർക്കും തന്നെ അവളെ തടയാനാകുന്നില്ല. എല്ലാവരും പിന്നാലെ വെച്ച് പിടിച്ച് അവസാനം മുറിയിലെത്തുമ്പോൾ എൽജിന്റെ അവസ്ഥ കണ്ട് അക്വസ്റ്റ് ബോയ്ഡിനെ ചോദ്യം ചെയ്യുകയാണ്. അത് കേട്ട് ബോയ്ഡിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ കാര്യം അറിയാതെ അക്വസ്റ്റ് പോകില്ല എന്ന് വാശി പിടിക്കുമ്പോൾ ബോയ്ഡ് എല്ലാവരും താഴേക്ക് പോകാൻ പറയുന്നു. ഒപ്പം ആ ടേബിൾ മാറ്റിവെച്ച ശേഷം ബോയ്ഡും അവിടേക്ക് പോവുകയാണ്. ഇതേ സമയം ബാറിലിരുന്ന് ആ നമ്പേഴ്സ് നോക്കുന്ന ജെയ്ഡും ടാബിയും അതിൽ ഒളിപ്പിച്ചിരുന്ന കോമ്പോസിഷൻ ഏതാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ജെയ്ഡിന് ഈ മ്യൂസിക്കിനെ കുറിച്ച് വിവരമുണ്ടെന്ന് നമ്മൾ മുൻപും കണ്ടതാണ്. വിക്ടറിന് വേണ്ടി അവൻ വയലിൻ വായിച്ചു കൊടുത്ത എപ്പിസോഡ് ആരും മറന്നു കാണില്ല. എന്നിട്ടും ഇവന് നമ്പേഴ്സും മ്യൂസിക്കും എന്തുകൊണ്ട് കണക്ട് ചെയ്തില്ല എന്നതൊരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതാണ് ആ സമയം. ജെയ്ഡ് ഈ സമയം നന്നായിട്ട് തന്നെ വിനിയോഗിക്കുന്നുണ്ട്. അവന്റെ തലയിൽ ആ മെലഡി തെളിഞ്ഞു വരുമ്പോൾ തന്നെ വയലിനും കൊണ്ട് ജിമ്മ് കയറി വരുന്നു. നല്ല പെർഫെക്റ്റ് ടൈമിംഗ് അല്ലേ? ശേഷം ജെയ്ഡ് ആ മ്യൂസിക് കേൾക്കുന്നത് പോലെ അത് പാടുമ്പോൾ ടാബിയും എക്സൈറ്റഡ് ആകുന്നുണ്ട്. പക്ഷേ ജിം അവനെ തടയുകയാണ്. ഇതൊരു നല്ല ഐഡിയ ആയിട്ട് ജിമ്മിന് ഇപ്പോൾ തോന്നുന്നില്ല. അവനെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. കാരണമായിട്ട് അവൻ പറയുന്നത് പഴയ കുറെ ഇൻസിഡന്റ് ആണ്. മുൻപ് ബോയ്ഡ് ഒരു മ്യൂസിക് ബോക്സ് കണ്ടിരുന്നു. അന്ന് എല്ലാവരും മരണത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പിന്നെ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ആ മ്യൂസിക് സിസ്റ്റം അതും അതിന് തോന്നുന്ന സമയത്തൊക്കെ ഓൺ ആവുകയും ഓഫ് ആവുകയും ഒക്കെ ചെയ്യുന്നു. സോ ജിം അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുമ്പോൾ ജെയ്ഡിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ തന്നെ ഈ പസിൽ സോൾവ് ചെയ്യാൻ ഐഡിയ തന്നിട്ട് അത് വേണ്ടെന്ന് പറയുകയാണോ എന്നായി ജെയ്ഡ്. പക്ഷെ ജിമ്മ് പറയുന്ന പോലെ ഇത് അവസാനിപ്പിക്കാൻ ടാബിയും തയ്യാറല്ല. ഇവിടെ ഇരുന്ന് വയലിൻ വായിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. സോ സേഫായി മറ്റൊരിടത്തേക്ക് പോകാമെന്ന് ടാബി പറയുന്നു. ഒടുവിൽ ഇതിനെല്ലാം കാരണമായ മാജിക്കൽ ബോട്ടിൽ ട്രീയുടെ അടുത്തിരുന്ന് വയലിൻ പ്ലേ ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഫാത്തിമ നേരത്തെ എടുത്ത ചില്ല് കഷ്ണം കൊണ്ട് തന്റെ വയർ കീറി മുറിക്കാൻ ശ്രമിക്കുകയാണ്. അവൾ ധൈര്യം സംഭരിച്ച് കരഞ്ഞുകൊണ്ടത് ചെയ്യുമ്പോൾ കിമോണ ലേഡി വന്നവളെ തടയുകയാണ്. ശേഷം ആ മൂർച്ച കൂടിയ ചില്ല് കഷ്ണം ഫാത്തിമയുടെ കഴുത്തിൽ വെച്ചിട്ട് അത് പുറത്തേക്ക് വരികയാണ്. എന്ന് പറയുമ്പോൾ അവൾക്ക് ഡെലിവറിക്ക് മുന്നേ ഉള്ള വാട്ടർ ബ്രേക്കിംഗ് സംഭവിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഈദിനെയും ജൂലിയുമാണ്. അവരവിടെ ഇരുന്ന് ടിയാൻ ചാനെയും തോമസിനെയും കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ജൂലി അവനോടൊരു സത്യം തുറന്നു പറയുകയാണ്. അന്ന് അവൾ കാട്ടിൽ വെച്ച് കണ്ടത് സ്വപ്നമായിരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ അവൾ വിവരിക്കുകയാണ്. അന്ന് അമ്മയും വിക്ടറും ആ ടണലിൽ വെച്ച് സംസാരിച്ചത് ഞാൻ കേട്ടു എന്ന് പറയുന്ന ജൂലി, മുൻപ് നമ്മുടെ വീട് ഇടിഞ്ഞു വീണപ്പോൾ അമ്മയെ വിക്ടർ ടണലിലൂടെ രക്ഷിച്ചത് നീ ഓർക്കുന്നില്ലേ എന്ന് ഇതിനോട് ചോദിക്കുകയാണ്. ഉണ്ട് എന്ന് ഈതൻ തലയാട്ടുമ്പോൾ ഞാൻ ശരിക്കും ആ രാത്രിയിലേക്ക് എത്തിയതുപോലെ തോന്നി. ഞാനും അവിടെ ഉണ്ടായിരുന്നു, പാസ്റ്റിലേക്ക് സഞ്ചരിച്ച പോലെ എന്ന് ജൂലി പറയുന്നു. അത് കേട്ട് ഈതൻ പറയുന്നത് നീ സ്റ്റോറി വാക്കർ ആണെന്നാണ്. അതായത് ഒരു കഥയിൽ ഓൾറെഡി സംഭവിച്ച ചാപ്റ്റേഴ്സിലേക്ക് തിരികെ പോകാൻ സാധിക്കുന്നവരെയാണ് സ്റ്റോറി വാക്കർ എന്ന് വിളിക്കുന്നത്. അത് കേട്ടതും ജൂലി എക്സൈറ്റഡ് ആവുകയാണ്. സോ നമ്മൾ ആ കാട്ടിലേക്ക് പോയാൽ എനിക്കത് വീണ്ടും ചെയ്യാൻ സാധിക്കുമോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. പറ്റുമായിരിക്കും. എന്താ? അന്നേരം ഒരാൾ അതിലെ നടക്കുമ്പോൾ ജൂലി ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഒരു സീക്രട്ട് പറയുന്നത് പോലെ ഇങ്ങനെ പറയുന്നു. ഇത് ശരിക്കും റിയൽ ആണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നല്ല അർത്ഥം. എനിക്ക് ടിയാൻചാനെ രക്ഷിക്കാൻ സാധിച്ചാലോ? ചിലപ്പോൾ തോമസിനെയും രക്ഷിക്കാൻ സാധിക്കും. പക്ഷെ ജൂലി പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ എന്ന് ഇതിനവളെ തിരുത്തുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിനക്ക് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നിനക്കത് മാറ്റമൊന്നും സാധിക്കില്ല. ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കഥയിൽ മാറ്റം വരുത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല. എന്തായാലേ ഇത്രയും നാൾ കൊണ്ട് ചെക്കൻ ഒത്തിരി മെച്ചേർഡായിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം കേട്ട് ജൂലിയുടെ മുഖത്ത് നല്ല വിഷമം വരുന്നുണ്ട്. ഇതേ സമയം ബോയ്ഡും അക്വസ്റ്റയും തമ്മിൽ വലിയൊരു വാക്കുതർക്കം തന്നെ നടക്കുകയാണ്. ഇത് തന്നെ പറ്റിയ സമയം എന്ന് മനസ്സിലാക്കി സേറ അവരറിയാതെ എൽജിനുള്ള മുറിയിലേക്ക് പോവുകയാണ്. സേറ നൈസായിട്ട് ഒരു ചെയർ എടുത്ത് അവന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് എൽജിൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ബോയ്ഡ് കാരണം ചെറുക്കന്റെ കൈയൊക്കെ ആകെ പോയിരിക്കുകയാണ്.
പക്ഷെ സേറ അവനോട് വളരെ കാമായിട്ട് സംസാരിക്കുന്നു. അന്ന് ആദ്യമായിട്ട് നിന്നെ ചർച്ചിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ കണക്ട് ആയി. നീ ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായി. വളരെ സ്വീറ്റായ കൈൻഡായ ഒരു പാവം. ഞാനൊരിക്കൽ അതുപോലൊക്കെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ഥലം നോട്ടമിടുന്നത് അങ്ങനെയുള്ളവരെയാണ്, ആളുകളെ സഹായിക്കാനൊക്കെ ഈ മനസ്സുള്ളവരെ. ഇതൊക്കെ പറഞ്ഞ് സേറ പതിയെ താഴെ കിടക്കുന്ന സ്ക്രൂ ഡ്രൈവറിലേക്കൊന്ന് നോക്കുന്നുണ്ട്. സേറ ഇവനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവൾ തന്നെ സഹായിക്കുമെന്ന് തോന്നിയിട്ടാവാം ബോയ്ഡിനോട് പറഞ്ഞ് ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കുമോ എന്ന് അവൻ അവളോട് കേഴുകയാണ്. നീ പറയുന്നത് എന്തായാലും ബോയ്ഡ് കേൾക്കും, നമ്മൾ കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതി. ഇതൊക്കെ അവൻ പറയുമ്പോൾ അപ്പോഴേക്കും ഫാത്തിമ മരിക്കും എന്ന് സേറയും പറയുന്നു. അതങ്ങനെയല്ല എന്നവൻ ആവർത്തിക്കുമ്പോൾ എനിക്കറിയാം നീ സ്വയം ചിന്തിച്ചു കൂട്ടുന്നത് നീ എല്ലാവരെയും രക്ഷിക്കുകയാണെന്നാണ്, പക്ഷേ അതങ്ങനെയല്ല. ശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ടൂൾസിനടുത്ത് ചെന്നിട്ട് എന്തൊക്കെ ചെയ്താലാണ് നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റുന്നതെന്ന് ബോയ്ഡിന് മനസ്സിലാവില്ല എന്ന് പറയുന്നു. അപ്പോഴേക്ക് എൽജിൻ പേടിച്ച് വേദനിച്ച് കരയുകയാണ്. എന്നാൽ സേറ അവൾ താഴെ കിടന്നിരുന്ന ആ സ്ക്രൂ ഡ്രൈവർ എടുത്ത ശേഷം ബോയ്ഡ് വളരെ നല്ലൊരു മനുഷ്യനാണ്, ഈ സ്ഥലം അദ്ദേഹത്തിൽ നിന്നെല്ലാം പിടിച്ചെടുത്തു, പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൂടി പിടിച്ചെടുക്കാൻ ഞാൻ അതിനെ അനുവദിക്കില്ല, ഞാനതിന് ഓൾറെഡി എന്റെ ആത്മാവ് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ നിൽക്കുന്നു. ഇതേ സമയം താഴെയാണെങ്കിൽ അക്കോസയും ബോയ്ഡും പൊരിഞ്ഞ തർക്കത്തിലാണ്. അപ്പോഴാണ് എൽജിന്റെ ഒരു വലിയ നിലവിളി ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് പേടിച്ച് എല്ലാവരും മുകളിലേക്ക് ഓടി കയറുമ്പോൾ സേറ എന്തോ പണിയൊപ്പിച്ചു എന്ന് ബോയ്ഡിന് മനസ്സിലാകുന്നുണ്ട്. എന്തായിരിക്കും അവിടെ നടന്നത് എന്ന് പേടിച്ച് അവർ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഒരു കണ്ണിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്ന എൽജിനെയാണ്. അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ആ സ്ക്രൂ ഡ്രൈവറും പിടിച്ച് നല്ല മാസായിട്ട് തിരിയുന്ന സേറ അവൾ റൂട്ട്സ് എല്ലാറിനകത്തുണ്ട് എന്ന് പറയുകയാണ്. എനിവേ ഇതിനുശേഷം നമ്മൾ കാണുന്നത് വയലിനും എടുത്ത് മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ജേഡിനെയാണ്. അവർ മൂവരും ബോട്ടിൽ ട്രീയുടെ അടുത്താണുള്ളത്. ജിമ്മിന്റെയും ടാബിയുടെയും പെർമിഷൻ വാങ്ങി ജേഡ് ആ മെലഡി വായിക്കുകയാണ്. ഈ ഒരു സമയത്ത് ബോയ്ഡും കെനിയും എലീസും കൂടി ഫാത്തിമയെ രക്ഷിക്കാൻ റൂട്ട് സെല്ലറിലേക്ക് ഓടുമ്പോൾ കിമോണ ലേഡിയാണെങ്കിൽ ഫാത്തിമയുടെ പ്രസവം എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവൾ വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെറ്റൽ ഹാച്ച് തനിയെ തുറക്കുകയാണ്. ജേഡ് വായിക്കുന്ന സംഗീതത്തിന്റെ മധുരമായ സ്വരവും ബോയ്ഡിന്റെയും കൂട്ടരുടെയും പ്രതീക്ഷയും ഭീതിയും നിറഞ്ഞ മുഖവും ഒപ്പം ഫാത്തിമയുടെ പ്രസവ വേദന കൊണ്ടുള്ള കരച്ചിലും. ബോയ്ഡും കൂട്ടരും അവരുടെ കരച്ചിൽ കേട്ട് ആ മുറിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഫാത്തിമയിൽ നിന്നും കിമോണ ലേഡി ഒരു മാംസപിണ്ഡത്തെ പുറത്തേക്ക് എടുക്കുകയാണ്. അവരതിനെയും എടുത്ത് ഇപ്പോൾ തുറന്നു വന്ന വഴിയിലൂടെ താഴേക്ക് പോവുകയാണ്. അപ്പോഴാണ് എലീസും കൂട്ടരും ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നത്. അവളെ കണ്ടെത്തിയ സമാധാനത്തിൽ അവർ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവളതെടുത്ത് താഴേക്ക് പോയി എന്ന് ഫാത്തിമ പതർന്ന സ്വരത്തിൽ അവരെ അറിയിക്കുകയാണ്. അപ്പോൾ അവരോട് 3 പേരോടും കോളനി ഹൗസിലേക്ക് തിരികെ പോകാൻ പറഞ്ഞ് ബോയ്ഡ് താഴേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അവർ അവനെ തടയാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് കാണണം എന്ന് വാശി പിടിക്കുന്ന ബോയ്ഡ് ഒരു റാന്തലും എടുത്ത് താഴേക്ക് പോവുകയാണ്. അവിടെ ഒരിടുങ്ങിയ വഴിയിലൂടെ അവൻ താഴേക്ക് നടക്കുന്ന അതേ സമയത്ത് ജേഡിന്റെ സംഗീതം കേട്ട് അങ്കുയിക്കുട്ടികൾ അവരുടെ മുന്നിലേക്ക് നടന്നു വരികയാണ്. അവരെത്തി എന്ന് ടാബി പറയുമ്പോൾ ജിമ്മിന് മാത്രം അവരെ കാണാൻ സാധിക്കുന്നില്ല. അവരെല്ലാവരും അങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ ജേഡ് അവന്റെ സംഗീതം തുടർന്നും പ്ലേ ചെയ്യുകയാണ്. അപ്പോഴിവിടെ ഫാത്തിമ എലീസിനോട് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. അവളും ആ മോൺസ്റ്റേഴ്സിനെ കണ്ടിരുന്നു. അവരെന്താണ് ചെയ്തതെന്ന് ഞാൻ കണ്ടു. അവർ സ്വന്തം മക്കളെ ബലിയർപ്പിച്ചു. അവർ എക്കാലത്തും ജീവിക്കുമെന്ന് അതവർക്ക് വാഗ്ദാനം ചെയ്തു. ഫാത്തിമ ഒരു ഭീതിയോടാണ് അക്കാര്യം പറഞ്ഞത്. അത് കേട്ട് എലീസും കെനിയും ഇവിടെ അന്തിച്ചു നിൽക്കുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു കൂട്ടം മോൺസ്റ്റേഴ്സിന് നടുവിലായിട്ട് കിമോണ ലേഡി ആ മാംസപിണ്ഡത്തെ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ആ വയലിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ ആ മാംസപിണ്ഡം പതിയെ വളർന്ന് വലുതായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പുറത്തുണ്ടായിരുന്ന ചോരയിൽ തീർത്ത ആവരണം അതഴിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ബോയ്ഡ് ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോൾ പുതിയ അതിഥിയെ അവരെല്ലാവരും ചേർന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വരവേൽക്കുന്നു. സോ ഫാത്തിമയുടെ വയറ്റിൽ ഇത്രയും നാൾ ഉടലെടുത്തത് പുതിയ മുഖമായിരുന്നില്ല, മറിച്ച് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ അത് ബോയ്ഡിന്റെ കൈകൊണ്ട് മരണപ്പെട്ട സ്മൈലി മോൺസ്റ്റർ തന്നെയായിരുന്നു. പുള്ളി ഒരു മോൺസ്റ്റർ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫാൻസിനൊക്കെ ഇത് സന്തോഷത്തിന്റെ നിമിഷമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും മിറാൻഡയെ വരെ കൊന്ന ആളാണ്. ഇനി എത്ര ജീവൻ പോകുമോ ആവോ, അതൊക്കെ കണ്ടു തന്നെ അറിയാം. വാട്ടെവർ. ഇതേ സമയം കാട്ടിൽ നമ്മുടെ ടാബിയുടെ മുന്നിലേക്ക് അവൾ എപ്പോഴും കാണുന്ന അതേ അങ്കുയിക്കുട്ടി വന്ന് മുട്ടുകുത്തിയിരിക്കുമ്പോൾ ജേഡ് അവന്റെ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജിമ്മിന് മനസ്സിലാകുന്നില്ല. പക്ഷേ ടാബി ആ കൊച്ചിന് മുന്നിൽ അതേപോലെ മുട്ടുകുത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്കുയി എന്ന ആ കുട്ടി പറയുമ്പോൾ ഇമോഷണൽ ആകുന്ന ടാബി റിമെമ്പർ എന്ന് പറയുകയാണ്. എന്താ അത് എന്ന് ജിമ്മ് ചോദിക്കുമ്പോൾ അങ്കുയി എന്ന് വെച്ചാൽ റിമെമ്പർ എന്നാണ് എന്ന് ജേഡ് പറയുകയാണ്. ആ കുട്ടികൾ ഇവരോട് പറയാൻ ശ്രമിച്ചത് ഓർത്തെടുക്കാനായിരുന്നു. അത് മനസ്സിലാകുന്ന ജേഡിന് എല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു, കാരണം അവരിൽ ഒരാൾ എന്ന് ജേഡ് പറയുമ്പോൾ നോ 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 എനിക്കിത് കഴിയില്ല എന്ന് പറഞ്ഞ് ടാബി അവിടെ നിന്ന് വേഗത്തിൽ പോവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ജിമ്മിന് മനസ്സിലാകുന്നില്ല. പക്ഷെ ജേഡ് വളരെ ഇമോഷണൽ ആയിട്ട് ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങൾ അവർക്ക് താരാട്ട് പാടാറുണ്ടായിരുന്നു എന്നവൻ പറയുമ്പോൾ ജിമ്മ് ടാബിയുടെ പുറകെ പോവുകയാണ്. അവൾ ഒത്തിരി ഇമോഷണൽ ആണ്, പക്ഷെ ജിമ്മിന് അതിനെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ഞാനും ജേഡും എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ കാണുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഒന്നിൽ കൂടുതൽ ബ്രേസ്ലെറ്റുകൾ ഉണ്ടായത്. ഞാനത് ഒന്നിലധികം തവണ ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം പറഞ്ഞ് കൂടുതൽ ഓർക്കാൻ തയ്യാറാകാതെ ടാബിത നടക്കുമ്പോൾ ജിമ്മ് അവളെ പിടിച്ചു നിർത്തി സംസാരിക്കുകയാണ്. എന്താണ് ഇതിനെല്ലാം കാരണമെന്ന് അവൻ അറിഞ്ഞേ പറ്റൂ. സോ ടാബി അവൾ മനസ്സിലാക്കിയ സത്യം പറയുകയാണ്. ഇതിന്റെ കാരണം എന്തെന്നാൽ ഞാനും ജേഡും ഇതിനു മുൻപും ഇവിടെ ഉണ്ടായിരുന്നു. മിറാൻഡയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം എനിക്കും ഫീൽ ചെയ്തിരുന്നു. കാരണം ഞാൻ തന്നെയാണ് മിറാൻഡ. പിന്നെ ജേഡ് അവൻ ക്രിസ്റ്റഫർ ആയിരുന്നു. ഞങ്ങളിവിടെ വീണ്ടും വീണ്ടും എത്തിപ്പെടുകയാണ്. കാരണം ഞങ്ങൾ ആദ്യ സമയത്ത് തോറ്റുപോയി. അതെ, ഞാനും ജേഡും ഇവിടെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. കാരണം അവർ
അവരിൽ ഒരാൾ ഞങ്ങളുടെ കുഞ്ഞായിരുന്നു, അവൾ ഞങ്ങളുടെ മകളായിരുന്നു എന്ന് ടാബി വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുകയാണ്. അത് ഉൾക്കൊള്ളാൻ ജിമ്മിനാകാതെ നിൽക്കുമ്പോൾ തനിക്കല്പം സമയം വേണമെന്ന് പറഞ്ഞ് വിഷമത്തോടെ ടാബി അവിടെ നിന്ന് പോവുകയാണ്. ആ നിമിഷം ജിം അവരുടെ അറിവിലെ യാത്രക്കിടയിൽ അവൻ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും, പണ്ടെങ്ങനെയായിരുന്നുവെന്ന്. അവൻ തന്റെ പാസ്റ്റ് ലൈഫ് ഒത്തിരി മിസ് ചെയ്യുകയാണ്. കാരണം ഇപ്പോഴവന് ചിന്തിക്കാൻ പറ്റുന്നതിനുമപ്പുറം അവന്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നു. അതോർത്ത് തകർന്നടിഞ്ഞ മനസ്സുമായിട്ട് ജിം അവിടെ ആർവിക്ക് അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ, ഡാഡ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് അലറിക്കൊണ്ട് ജൂലി അവിടേക്ക് വരികയാണ്. അവളെ കാണാൻ ഒത്തിരി വ്യത്യാസമുണ്ട്. നേരത്തെ റെസ്റ്റോറന്റിൽ വെച്ച് ഈതനുമായിട്ട് സംസാരിച്ചിരുന്ന പ്രസന്റിലെ ജൂലിയല്ല ഇത്, മറിച്ച് മുടിയിലൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. അവൾ ഓടിക്കൊണ്ട് ജിമ്മിനടുത്തേക്ക് ചെന്ന് അവനോട് ഓടി രക്ഷപ്പെടാൻ പറയുകയാണ്. അവൾ ഒത്തിരി പേടിച്ചിട്ടുണ്ട്. അതുപോലെ മുഖത്തായിട്ട് മുറിപ്പാടുകളും കാണാം. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ജിമ്മിന് മനസ്സിലാകുന്നില്ല. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, എനിക്ക് ഈ കഥയിൽ മാറ്റം വരുത്തണം ഡാഡ് പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ രഹസ്യങ്ങളുടെ നിലവറയിൽ കണ്ട യെല്ലോ ഡ്രസ് ഇട്ട മിസ്റ്റീരിയസ് ആയ ക്യാരക്ടർ വരികയാണ്. മിറാൻഡ വരച്ച ചിത്രത്തിൽ ഇതുവരെ നമ്മൾ കാണാത്ത ക്യാരക്ടർ. അതൊരു നശിച്ച പാട്ടായിരുന്നു. ജേഡിനത് തീർച്ചയായിട്ടും പ്ലേ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ആ യെല്ലോ മാൻ മുന്നോട്ട് വരുമ്പോൾ ജിമ്മ് ജൂലിയെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാൻ താക്കീത് ചെയ്യുന്നു. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. അറിവിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതും പറഞ്ഞ് യെല്ലോ മാൻ ജിമ്മിനടുത്തേക്ക് വരുമ്പോൾ അവൻ അവിടെ കിടന്നിരുന്ന തടിക്കഷ്ണം എടുത്ത് അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ യെല്ലോ മാൻ അയാൾക്ക് ഇതൊക്കെ നിസ്സാരമായതുകൊണ്ട് അയാൾ ജിമ്മിന്റെ കഴുത്തിൽ പിടിച്ച് ആർവിയോട് ചേർത്ത് നിർത്തുന്നു. അത് കണ്ട് ജൂലി അയാളെ തടയാൻ ശ്രമിക്കുമ്പോൾ അയാൾ അവളെയും തള്ളി താഴേക്ക് ഇടുകയാണ്. ശേഷം, ഞാൻ നിന്നെ ഒരിക്കൽ വാൺ ചെയ്തതായിരുന്നു, നിന്റെ ഭാര്യ ഒരിക്കലും ആ കുഴിയെടുക്കാൻ പാടില്ലായിരുന്നു ജിം എന്നു പറഞ്ഞ് അയാൾ അവന്റെ കഴുത്ത് കീറി മുറിക്കുകയാണ്. ആ ഒരു നിമിഷം രക്തം വാർന്നൊലിച്ച് പിടയുന്ന ജിമ്മിനെ കണ്ട് സങ്കടപ്പെട്ട് അലറുന്ന ജൂലിയെ കാണിച്ചുകൊണ്ട് സീസൺ 3 ഇവിടെ അവസാനിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു സീസൺ 3? അവസാനത്തെ എപ്പിസോഡിൽ ജിമ്മിന്റെ വിയോഗം അതൊഴിച്ചു നിർത്തിയാൽ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ടാബിയും ജേഡും ഈ സ്ഥലവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് ശരിക്കും അവരുടെ ആത്മാവിലൂടെയാണ്. ജേഡ് പറഞ്ഞ പോലെ ഇവിടെ തങ്ങി നിൽക്കുന്ന എനർജി അത് ശരിക്കും മിറാൻഡയ്ക്കും ക്രിസ്റ്റഫറിനും മുന്നേ ഈ സ്ഥലത്തിന്റെ പിറവിയുടെ സമയത്തുണ്ടായിരുന്ന രണ്ടുപേരുടെ ആത്മാവാണ്. ഇവരെല്ലാം ആ അജ്ഞാതമായ കഥാപാത്രങ്ങളുടെ അവതാര പിറവികളാവാം. അതുപോലെ യെല്ലോ മാൻ, അയാൾ ശരിക്കും ഈ മോൺസ്റ്റേഴ്സിന്റെ ലീഡർ ആയിരിക്കുമോ? കാരണം അയാൾ ജിമ്മിനെ ആക്രമിച്ചത് മോൺസ്റ്റേഴ്സിന്റെ അതേ രീതിയിലാണ്. എന്നാൽ അയാൾക്ക് പകൽ സമയത്തും വരാൻ സാധിക്കുമെങ്കിൽ അടുത്ത സീസണിൽ കൂടുതൽ അപകടകരമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ എപ്പിസോഡിലെ സ്മൈലിയുടെ ജനനം അതും അടുത്ത സീസണിലേക്കുള്ള ഒരു വലിയ കണ്ടന്റ് തന്നെയായിരിക്കും. അങ്ങനെ ഒരുപാട് മിസ്റ്ററീസ് ഒക്കെ റിവീൽ ചെയ്തെങ്കിലും ഒത്തിരി ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് അടുത്തതെന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷ നിലനിർത്തി സീസൺ 3 ഇവിടെ അവസാനിക്കുമ്പോൾ വാട്ട് വിൽ ബി ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കൂടെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ. I got nightmares in my head, I fear that the thoughts build up until